ചേട്ടാ 2 ടിക്കറ്റിന് എത്ര? 220 അല്ലേ? കാർഡ് എടുക്കില്ലേ? 2 ചിക്കൻ ബിരിയാണി ആയിരുന്നേ. കാർഡ് എടുക്കുമല്ലോ അല്ലേ? എടാ ഞാൻ നിന്റെ കാർഡ് എടുക്കുന്നുണ്ടേ, ഒരു ഓൺലൈൻ പർച്ചേസിനായിരുന്നു, ഓഫർ ഉണ്ടേ. ചേട്ടാ ആകെ മൊത്തം ടോട്ടൽ എത്രയായി? 5300 അല്ലേ? കാർഡ് എടുക്കുമല്ലോ അല്ലേ? ഷോപ്പിംഗ്, റെസ്റ്റോറൻറ്റുകൾ, മൂവി ബുക്കിംഗ്, ബിൽ പേയ്മെന്റ്, ഇങ്ങനെ ചെലവുകൾ എന്തുമാവട്ടെ, ഇന്നത്തെ കാലത്ത് പേയ്മെന്റ് നടത്താൻ ആളുകൾ കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്ന ഒന്നാണ് ക്രെഡിറ്റ് കാർഡുകൾ. ക്രെഡിറ്റ് കാർഡിലൂടെ ഒരുപാട് ബെനിഫിറ്റ്സ് കിട്ടും എന്നുള്ളത് തന്നെയാണ് ഇതിനുള്ള കാരണം. പൈസ ക്രെഡിറ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ വരുന്നു, പോയിന്റുകൾ കിട്ടുന്നു, ഡിസ്കൗണ്ടുകളും ക്യാഷ് ബാക്കുകളും കിട്ടുന്നു, ഇൻഷുറൻസ് കവറേജ് കിട്ടുന്നു, നമ്മുടെ ക്രെഡിറ്റ് ഇംപ്രൂവ് ചെയ്യുന്നു. ഇങ്ങനെ പല ബെനിഫിറ്റുകളുണ്ട് ഇത് കാരണം. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നമ്മൾ പണം ചെലവഴിക്കുമ്പോൾ അത് കൃത്യസമയത്ത് തിരിച്ചടച്ചില്ലെങ്കിൽ മാത്രമേ പലിശ വരുന്നുള്ളൂ. അപ്പോൾ പേഴ്സിൽ ഒരു ക്രെഡിറ്റ് കാർഡ് കൊണ്ട് നടക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളിൽ ഒരാളാണോ നിങ്ങളും? എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് ഈ ക്രെഡിറ്റ് കാർഡ് ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്നതെന്ന്? ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ വിശദമായി നോക്കാൻ പോകുന്നത് ഈ ഇൻഡസ്ട്രിയെക്കുറിച്ചും അതിൻ്റെ പെർഫോമൻസിനെ കുറിച്ചും ആ ഇൻഡസ്ട്രിയുടെ ഫ്യൂച്ചറിനെ കുറിച്ചും ഒക്കെയാണ്. അതിൻ്റെ കൂടെ തന്നെ ഇന്ത്യയിലെ ഒരേ ഒരു ലിസ്റ്റഡ് പ്യുവർ പ്ലേ ക്രെഡിറ്റ് കാർഡ് പ്ലെയറിനെ കുറിച്ചും വിശദമായിട്ട് നമുക്ക് സംസാരിക്കുകയും ചെയ്യാം. വെൽക്കം ടു ഗ്രോ മലയാളം. ദിസ് ഈസ് ഷയാസ് റഫിയ മൊയ്തീൻ. നിങ്ങൾ ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യാൻ വേണ്ടി ഓർമ്മിപ്പിക്കുകയാണ്. പേഴ്സണൽ ഫിനാൻസ്, സ്റ്റോക്ക് മാർക്കറ്റ്, ഇൻവെസ്റ്റിംഗ് ഇതൊക്കെയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ക്വാളിറ്റിയുള്ള വീഡിയോസ് ഓരോ ദിവസവും നമ്മൾ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ടുഡേസ് വീഡിയോ. ഇന്ത്യയിലെ ക്രെഡിറ്റ് കാർഡ് മാർക്കറ്റ് വളരെയധികം വളർന്നു കഴിഞ്ഞു. ടെക്നോളജി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്കറിയാം. അതിനോടൊപ്പം പല മുന്നേറ്റങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇതിന്റെ റിസൾട്ട് എന്നോണം വന്നിട്ടുള്ള വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഓൺ ബോർഡിംഗ് പ്രോസസ്, യൂണീക്ക് ആയിട്ടുള്ള കാർഡ് പ്രൊഡക്ട്സ്, പേഴ്സണലൈസ്ഡ് ഓഫറുകൾ, റിവാർഡുകൾ, കൂടുതൽ മെച്ചപ്പെട്ട മൊബൈൽ ആപ്ലിക്കേഷൻസ്, ഇതൊക്കെ ടെക്നോളജി കാരണം ക്രെഡിറ്റ് കാർഡ് കസ്റ്റമേഴ്സിന് വളരെ ഗുണകരമായി മാറിയിട്ടുള്ള ഏതാനും ചില അഡ്വാൻസ്മെന്റ്സ് ആണ്. പുതിയ കസ്റ്റമേഴ്സിനെ കൊണ്ടുവരുന്നതിനും ഇതൊക്കെ സഹായിക്കുന്നുണ്ട്. കൂടാതെ ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുന്ന ആളുകൾ മാർക്കറ്റിൽ ഇതിനെക്കുറിച്ചുള്ള അവയർനെസ്സും ഇന്നോവേഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടി വർക്ക് ചെയ്യുകയും ചെയ്യുന്നു. ഇതിന്റെ റിസൾട്ട് ഇന്ത്യയുടെ ക്രെഡിറ്റ് കാർഡ് മാർക്കറ്റിന്റെ വളർച്ചയിൽ കാണാനുമാകും. നിങ്ങൾക്കിപ്പോൾ ഈ പിക്ചറിൽ കാണാം ഇന്ത്യയിലെ ക്രെഡിറ്റ് കാർഡ് ഇൻഡസ്ട്രി കഴിഞ്ഞ 5 വർഷത്തിൽ 20% കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് കാണിച്ചിട്ടുണ്ട് എന്ന്. 2017 മാർച്ച് അവസാനത്തിൽ 29 മില്യൺ കാർഡുകൾ ഉണ്ടായിരുന്നിടത്ത് 2022 മാർച്ച് ആയപ്പോഴേക്കും 73.6 മില്യൺ ക്രെഡിറ്റ് കാർഡുകളാണ് ഉള്ളത്. 2022 ഡിസംബർ ആയപ്പോൾ ഇത് 81 മില്യണിലെത്തി. അതായത് 9 മാസം കൊണ്ട് അറൌണ്ട് 13% ഗ്രോത്ത്. ഇതിനു പുറമെ ട്രാൻസാക്ഷനുകളുടെ വോളിയം എടുത്തു നോക്കുമ്പോൾ ഫിനാൻഷ്യൽ ഇയർ 2021-22 അവസാനത്തോടെ ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷൻ 2.25 ബില്യൺ എത്തി. ഫിനാൻഷ്യൽ ഇയർ 2020-21 ഈ അളവിൽ ഒരു താഴ്ച ഉണ്ടായതായിട്ട് കാണാൻ പറ്റും. അത് പ്രധാനമായിട്ടും COVID-19 കാരണമായിരുന്നു. പക്ഷേ 2021-22 ഫിനാൻഷ്യൽ ഇയറിൽ ഈ ഇൻഡസ്ട്രി ഒരു ശക്തമായ തിരിച്ചുവരവ് നടത്തുകയും ഉണ്ടായി. ഇതേപോലെയുള്ള ഒരു ട്രെൻഡ് ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷൻ ടോട്ടൽ വാല്യൂ എടുത്തു നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും. നേരത്തെ നമ്മൾ പറഞ്ഞത് ട്രാൻസാക്ഷൻസിന്റെ എണ്ണത്തെക്കുറിച്ചായിരുന്നു. ഇനി നമ്മൾ നോക്കുന്നത് മൂല്യത്തെക്കുറിച്ചാണ്, ടോട്ടൽ വാല്യൂ. ഫിനാൻഷ്യൽ ഇയർ 2021 6.3 ലക്ഷം കോടി രൂപയായിരുന്നു ടോട്ടൽ വാല്യൂ ഓഫ് ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷൻ. ഫിനാൻഷ്യൽ ഇയർ 2022 ഇത് 9.75 ലക്ഷം കോടി രൂപയാണ്. അതായത് ഏതാണ്ട് 54% വളർച്ച. ഇന്ത്യയിലെ പേയ്മെന്റ് ഇൻഡസ്ട്രി ഒരു ഹൈ ഗ്രോത്ത് ട്രജക്ടറിയിൽ ഇങ്ങനെ തുടർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അഗ്രസീവ് ബിസിനസ് മോഡൽസിന്റെ സപ്പോർട്ടോട് കൂടി എസ്റ്റാബ്ലിഷ്ഡ് ഫിനാൻഷ്യൽ പ്ലെയേഴ്സും ഫിൻടെക് പ്ലെയേഴ്സും ഇന്നോവേറ്റീവ് പ്രൊഡക്ട്സ്, കസ്റ്റമർ എൻഗേജ്മെന്റ് ആൻഡ് സർവീസ് ഡെലിവറി എന്നിവയൊക്കെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയുമാണ്. നമ്മൾ ഉപയോഗിക്കുന്ന സർവീസുകളായിട്ടുള്ള ഫുഡ് ഡെലിവറി, റീചാർജ്, ബിൽ പേയ്മെന്റ്, ഗ്രോസറീസ്, ട്രാവൽ, D2C ബ്രാൻഡ്സ് എന്നിവയ്ക്കൊക്കെ ആകർഷകമായ ഡിസ്കൗണ്ടുകൾ, റെഫറൽസ് ആൻഡ് ക്യാഷ് ബാക്ക് എന്നിവ ഓഫർ ചെയ്യുന്നതാണ് ഈ ഫിൻടെക് ക്രെഡിറ്റ് കാർഡുകളുടെ ബിസിനസ്സുകളുടെ യൂണീക് സെല്ലിംഗ് പോയിന്റ്. RBI പേയ്മെന്റ്സ് വിഷൻ 2025 ഔട്ട്ലൈൻ ചെയ്യുന്നത് ഇന്ത്യയിലെ കാർഡ് ആക്സെപ്റ്റൻസ് ഇൻഫ്രാസ്ട്രക്ചർ അഥവാ കാർഡുകൾ ആക്സെപ്റ്റ് ചെയ്യുന്ന ഹാർഡ്വെയറുകൾ ലൈക്ക് കാർഡ് സ്വൈപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെഷീൻസ് ഒക്കെ ഇല്ലേ, അതുപോലെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇവ 2025 ആകുമ്പോഴേക്കും 250 ലക്ഷം ടച്ച് പോയിന്റുകൾ ആകുമെന്നാണ്. കൂടാതെ ക്രെഡിറ്റ് കാർഡുകൾ UPIയിലേക്ക് ലിങ്ക് ചെയ്യുന്നത് ക്രെഡിറ്റ് കാർഡ് ഇൻഡസ്ട്രിയുടെ വളർച്ചയ്ക്ക് അനുകൂലമായ ഒരു മൂവ്മെന്റ് ഉണ്ടാക്കും. ഇതും ഇപ്പോൾ സാധ്യമാവാൻ പോവുകയാണ്. ക്രെഡിറ്റ് കാർഡ് കൺസ്യൂമേഴ്സിന്റെ എണ്ണത്തിൽ ഭയങ്കരമായിട്ടുള്ള ഒരു വർധന ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇന്ത്യയിലെ ക്രെഡിറ്റ് കാർഡ് പെനട്രേഷന്റെ റേറ്റ് ഇപ്പോഴും കുറവാണ്. ഇന്ത്യക്കാർ എപ്പോഴും ക്രെഡിറ്റ് കാർഡിനേക്കാൾ മുൻഗണന ഡെബിറ്റ് കാർഡിനാണ് നൽകുന്നത്. ചില സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആണ് ഇതിന് പിന്നിലുള്ളത്. ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് എന്തൊക്കെയോ ചില ആശങ്കകളും സംശയങ്ങളും ഇപ്പോഴും പല ഇന്ത്യക്കാരിലും ഉണ്ട് എന്നാണ് ഇതിനർത്ഥം. ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷൻ വോളിയവും വാല്യൂവും ഡെബിറ്റ് കാർഡ് ട്രാൻസാക്ഷൻ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം വളരെ വലിയൊരു ഗ്യാപ്പ് ഇവ തമ്മിലുണ്ട് എന്ന്. ഈ ഗ്യാപ്പ് വരും വർഷങ്ങളിലും കുറഞ്ഞു വരും എന്ന് തോന്നുന്നില്ല. എന്തായാലും ഈ ഗ്യാപ്പ് ഇല്ലാതാക്കാൻ വേണ്ടി പേയ്മെന്റ് എക്കോസിസ്റ്റത്തിലുള്ള പ്രധാനപ്പെട്ട പ്ലെയേഴ്സ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പുതിയ ഡെവലപ്മെന്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടും ദൈനംദിന ട്രാൻസാക്ഷൻസിന് വേണ്ടി ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ബോധവൽക്കരണം നടത്തിക്കൊണ്ടും. ഇനി നമുക്ക് ഈ ഇൻഡസ്ട്രിക്കുള്ള ഓപ്പർച്യൂണിറ്റികളും വെല്ലുവിളികളും എന്തൊക്കെയാണെന്ന് നോക്കാം.
നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്ത്യ ഈ മേഖലയിൽ വളരെയധികം അണ്ടർ പെനട്രേറ്റഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ്. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം വേൾഡ് ബാങ്കിന്റെ ഡാറ്റാബേസ് പ്രകാരം ഇന്ത്യയിലെ ക്രെഡിറ്റ് കാർഡ് യൂസേഴ്സ് വളരെയധികം കുറവാണ് എന്ന്. ഇന്ത്യയുടെ പോപ്പുലേഷനിൽ 15 വയസ്സിന് മുകളിലുള്ള ഏതാണ്ട് 4% മാത്രമാണ് ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുന്നത്. അതേസമയം US, UK തുടങ്ങിയ രാജ്യങ്ങളിൽ ഇത് 60% മുകളിലാണ്. കാനഡയിൽ ഇത് വീണ്ടും കൂടുതലാണ്, 80%. ഇന്ത്യയിൽ ക്രെഡിറ്റ് കാർഡ് പെനട്രേഷൻ വർദ്ധിപ്പിക്കാൻ ഇനിയും ധാരാളം പൊട്ടൻഷ്യൽ ഉണ്ട് എന്നാണ് ഈ കണക്ക് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ നേരത്തെ സൂചിപ്പിച്ച കാർഡ് ആക്സെപ്റ്റ് ചെയ്യുന്ന ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ പോയിന്റ് ഓഫ് സെയിൽ, അതുപോലെ ഭാരത് QR ടെർമിനൽസ് എന്നിവ കഴിഞ്ഞ 3 വർഷങ്ങളിൽ നന്നായി വളർന്നിട്ടുണ്ട്. ഈ ഇൻഫ്രാസ്ട്രക്ചേഴ്സിന്റെ വളർച്ചയ്ക്ക് വേണ്ടി RBI ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആക്സെപ്റ്റൻസ് ഡെവലപ്മെന്റ് ഫണ്ട് പോലെയുള്ള ഇനീഷ്യേറ്റീവുകൾ ഈ വളർച്ചയെ സഹായിച്ചിട്ടുമുണ്ട്. 2022 ഡിസംബർ 31 കണക്ക് പ്രകാരം ഈ പറഞ്ഞ പേയ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ടിന് കീഴിൽ ഡിപ്ലോയ് ചെയ്തത് ഏതാണ്ട് 1.87 കോടി പേയ്മെന്റ് ആക്സെപ്റ്റൻസ് ഡിവൈസുകളാണ്. ഈ മേഖലയിലുണ്ടായിട്ടുള്ള മറ്റൊരു മുന്നേറ്റം എന്ന് പറയുന്നത് റുപേ ക്രെഡിറ്റ് കാർഡുകൾ UPI മർച്ചൻസ് വഴി ഉപയോഗിക്കാൻ RBI അനുമതി നൽകി കഴിഞ്ഞ വർഷം എന്നുള്ളതാണ്. അതിനു മുൻപ് വരെ ബാങ്ക് അക്കൗണ്ടുകളും ഡെബിറ്റ് കാർഡുകളുമാണ് UPI ആയിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റിയിരുന്നത്. അതുവഴി ബാങ്ക് അക്കൗണ്ടിൽ നിന്നും നേരിട്ട് പണം അപ്പോൾ തന്നെ ഡിഡക്റ്റ് ആവുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ UPIയുമായിട്ട് ക്രെഡിറ്റ് കാർഡുകൾ ലിങ്ക് ചെയ്യാൻ പറ്റുന്നതോടെ ക്രെഡിറ്റ് കാർഡ് സ്പെൻഡിങ് ഇനിയും വളരും. കാരണം ഇന്നത്തെ കാലത്ത് ഏറ്റവും സൗകര്യപ്രദമായ പേയ്മെന്റ് മെത്തേഡ് എന്ന് പറയുന്നത് UPI തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ UPI വഴി ക്രെഡിറ്റ് ആയിട്ട് പേയ്മെന്റ് ചെയ്യാൻ കഴിയുന്നത് യൂസേഴ്സിനെ സംബന്ധിച്ച് ഒരു വളരെ വലിയ ബെനിഫിറ്റ് തന്നെയായിരിക്കും. ഇത് UPIയുമായുള്ള കാർഡുകളുടെ കോമ്പറ്റീഷൻ കുറക്കാൻ കാരണമാകും. കാരണം ഇപ്പോൾ നിലവിൽ ക്രെഡിറ്റ് കാർഡും UPIയും 2 ഡിഫറെന്റ് പേയ്മെന്റ് മെത്തേഡുകളായി തന്നെ നിൽക്കുകയാണ്. ഇത് രണ്ടും കൂടെ കൈകോർക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് അഡ്വാൻറ്റേജുകൾ ഉണ്ടാകും. ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം കഴിഞ്ഞ 4 വർഷത്തിൽ ഇന്ത്യൻ ഡിജിറ്റൽ പേയ്മെന്റ് വോളിയം 200% മുകളിൽ വളർന്നിട്ടുണ്ട് എന്ന്. പേയ്മെന്റുകളിലുള്ള ഈ ഉയർന്ന ഡിജിറ്റൈസേഷൻ ക്രെഡിറ്റ് കാർഡ് ഇൻഡസ്ട്രിക്ക് പോസിറ്റീവായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇൻഡസ്ട്രിക്ക് ഗുണകരമായ മറ്റൊരു മൂവ് എന്ന് പറയുന്നത് സ്മാർട്ട് ഫോൺ പെനട്രേഷൻ വർദ്ധിച്ചതാണ്. ഇത് ഡിജിറ്റൽ കസ്റ്റമേഴ്സിനെ നേടിയെടുക്കുന്നതിൽ വളരെയധികം സഹായകരമാണ്. ഡിലോയിറ്റിന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ സ്മാർട്ട് ഫോൺ യൂസേഴ്സ് 2026 ആകുമ്പോഴേക്കും 1 ബില്യൺ ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ ഇന്ത്യൻ ബ്രാൻഡ് ഇക്വിറ്റി ഫൗണ്ടേഷന്റെ റിപ്പോർട്ട് പ്രകാരം 2024 ആകുമ്പോഴേക്കും കൊമേഴ്സ് മാർക്കറ്റ് $111 ബില്യൺ മുകളിൽ എത്തുമെന്നും 2026 ആകുമ്പോഴേക്കും ഇത് $200 ബില്യൺ, 2030 ആകുമ്പോഴേക്കും ഇത് $350 ബില്യൺ ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് ക്രെഡിറ്റ് കാർഡ് ഇൻഡസ്ട്രിയുടെ വളർച്ചയെയും വളരെയധികം സഹായിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുന്ന ആളുകളുടെ എണ്ണം കൂടുന്തോറും ക്രെഡിറ്റ് കാർഡിന്റെ ഉപയോഗവും കൂടും. എല്ലാത്തിനും ഉപരിയായിട്ട് ഇന്ത്യയിലെ ചെറുപ്പക്കാർക്കിടയിൽ ക്രെഡിറ്റ് കാർഡിനുള്ള ഡിമാൻഡ് ഉയരുകയാണ്. നിങ്ങൾ യാത്ര ചെയ്യാനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ട്രാവൽ കോസ്റ്റിൽ ഓഫറുകളുള്ള ക്രെഡിറ്റ് കാർഡുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇനി നിങ്ങളൊരു ഷോപ്പിംഗ് പേഴ്സൺ ആണെങ്കിൽ ഷോപ്പിംഗ് ഡീലുകളിൽ അമേസിംഗ് ഓഫറുകൾ നൽകുന്ന ക്രെഡിറ്റ് കാർഡുകളും അവൈലബിൾ ആണ്. അതുപോലെ നമ്മുടെ ക്രെഡിറ്റ് പേഴ്സണലൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരെ ഇപ്പോൾ ക്രെഡിറ്റ് കാർഡുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ സ്പെൻഡിംഗ് ഹാബിറ്റുകൾ, ഡിമാൻഡുകൾ എന്നിവ അനുസരിച്ചുള്ള ക്രെഡിറ്റ് നമുക്ക് സെലക്ട് ചെയ്യാൻ ഇപ്പോൾ സാധിക്കും. ഇതൊക്കെ ചെറുപ്പക്കാരായ ആളുകളെ സംബന്ധിച്ച് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കസ്റ്റമൈസേഷൻ്റെ ഈ കാലത്ത് ഇത്തരം ക്രെഡിറ്റ് കാർഡുകൾക്കുള്ള ഡിമാൻഡ് യൂത്തിനിടയിൽ വളരെ വലുതായിരിക്കും. ഈ വളരുന്ന ഡിമാൻഡ് ക്രെഡിറ്റ് കാർഡ് ഇൻഡസ്ട്രിക്ക് അനുകൂലമായിട്ടുള്ള ഒന്നാണ് താനും. ഇനി നമുക്ക് ഈ ഇൻഡസ്ട്രി നേരിടുന്ന ചില വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിലവിൽ UPI, ഡിജിറ്റൽ ലെൻഡിംഗ് ആൻഡ് BNPL അഥവാ ബൈ നൗ പേ ലേറ്റർ എന്നിവയിൽ നിന്നും ക്രെഡിറ്റ് കാർഡ് ഇൻഡസ്ട്രി വളരെ ശക്തമായിട്ടുള്ള കോമ്പറ്റീഷൻ നേരിടുന്നുണ്ട്. ഒരുപാട് ന്യൂ ഏജ് പ്ലെയേഴ്സ്, പ്രത്യേകിച്ച് കൊമേഴ്സ് കമ്പനികൾ പ്രീ അപ്രൂവ്ഡ് ഷോർട്ട് ടേം ക്രെഡിറ്റ് അവരുടെ കസ്റ്റമേഴ്സിന് ഓഫർ ചെയ്യുന്നുണ്ട്. അതേസമയം ഫിൻടെക് സ്റ്റാർട്ടപ്പുകൾ ക്രെഡിറ്റ് പോലെയുള്ള പുതിയ സെഗ്മെന്റുകളിലേക്ക് കടന്നു കയറുകയും ചെയ്യുന്നുണ്ട്. ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ പല ഫിൻടെക്കുകളും ബാങ്കുകളുമായിട്ടും നോൺ ബാങ്കിംഗ് ഫിനാൻസ് കമ്പനികളുമായിട്ടും കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് ബാങ്കിംഗ് സർവീസുകൾ നൽകുകയും ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിനെ റീഡിഫൈൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. റിപ്പോർട്ടുകൾ പ്രകാരം 2030 ആകുമ്പോഴേക്കും ഇന്ത്യയുടെ ഡിജിറ്റൽ ലെൻഡിംഗ് മാർക്കറ്റ് $1.3 ബില്യൺ മാർക്കറ്റ് ആകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ ബൈ നൗ പേ ലേറ്റർ എന്ന സെഗ്മെന്റ് ഒരു സ്മോൾ ടിക്കറ്റ് സൈസ് ലോൺ ഇൻസ്ട്രുമെന്റ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ന്യൂ ടു ക്രെഡിറ്റ് എന്ന പേരിൽ ഒരു സെഗ്മെന്റ് ആയിട്ട് ക്രെഡിറ്റ് കാർഡിന് പകരം വെക്കുന്ന ഒരു സംവിധാനമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ബൈ നൗ പേ ലേറ്റർ എന്നത് ഒരു ഷോർട്ട് ടേം ഫിനാൻസിംഗിന്റെ രൂപമാണ്. പർച്ചേസ് നടത്തുമ്പോൾ പേയ്മെന്റ് നൽകാതെ കുറച്ച് കഴിഞ്ഞ് പലിശ ഇല്ലാതെ നമുക്ക് പേയ്മെന്റ് നൽകാവുന്ന ഒരു ഓപ്ഷനാണ് ഇത്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് UPI തന്നെയാണ് ഒരു വെല്ലുവിളിയായിട്ട് നിൽക്കുന്നത്. ഒരു പേയ്മെന്റ് മെക്കാനിസം എന്ന രീതിയിൽ ഇത് പെട്ടെന്നാണ് വളർന്നു വന്നത്. പല ഫിൻടെക്കുകളും UPI പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് അവരുടെ ആപ്ലിക്കേഷൻസ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഈ പേയ്മെന്റ് ഓപ്ഷൻ അഡോപ്റ്റ് ചെയ്യുന്നതും വളരെയധികം കൂടിയിട്ടുണ്ട്. കാരണം പുതിയ യൂസ് കേസുകൾ ഈ കമ്പനി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായി UPI വളരെ റാപ്പിഡ് റേറ്റിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. ഈ വിപ്ലവാത്മകമായ പേയ്മെന്റ് മെക്കാനിസം ജനങ്ങൾ പെട്ടെന്ന് ഏറ്റെടുക്കുകയും ക്രെഡിറ്റ് കാർഡ് ഇൻഡസ്ട്രിക്ക് ശക്തമായിട്ടുള്ള കോമ്പറ്റീഷൻ നൽകുകയും ചെയ്യുന്നുണ്ട്. ഇനി ഇതിനൊക്കെ പുറമെ ഇന്ത്യൻ കൺസ്യൂമേഴ്സ് ഇപ്പോഴും ഡെബിറ്റ് കാർഡിൽ നിന്നും ക്രെഡിറ്റ്
ക്രെഡിറ്റ് കാർഡിലേക്ക് മാറാൻ ഒരു വിമുഖത കാണിക്കുന്നുണ്ട് എന്നുള്ളതും ക്രെഡിറ്റ് കാർഡ് ഇൻഡസ്ട്രിയുടെ വളർച്ച നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ്. അപ്പോൾ ഇൻഡസ്ട്രിയെക്കുറിച്ച് ഇത്രയുമൊക്കെ പറഞ്ഞതിന് ശേഷം ഇനി നമ്മൾ പോകുന്നത് ഈ ക്രെഡിറ്റ് കാർഡ് ഇൻഡസ്ട്രിയിലെ പ്രധാന പ്ലെയേഴ്സിനെ കുറിച്ച് വിശദമായിട്ട് സംസാരിക്കാനാണ്. ഇന്ത്യയുടെ ടോട്ടൽ ക്രെഡിറ്റ് കാർഡ് മാർക്കറ്റ് എടുത്ത് നോക്കുമ്പോൾ അതിന്റെ 57% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് 3 പ്രധാന പ്ലെയേഴ്സ് ആണ്. HDFC ബാങ്ക്, SBI കാർഡ്സ് ആൻഡ് പേയ്മെന്റ് സർവീസസ് ലിമിറ്റഡ് ആൻഡ് ICICI ബാങ്ക്. കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിലെ ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും HDFC ബാങ്ക് ആണ് ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷൻ്റെ വാല്യൂ നോക്കിയാലും വോളിയം നോക്കിയാലും ഒന്നാം സ്ഥാനത്തിരിക്കുന്നത്. ഇനി ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് പറയാം. HDFC ബാങ്ക്, ICICI ബാങ്ക് ആൻഡ് SBI കാർഡ്സ് എന്നിവരാണ് ഇൻഡസ്ട്രിയിലെ ഏറ്റവും മുന്നിലുള്ള 3 പ്ലെയേഴ്സ് എന്നിരിക്കുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ഹൈ വാല്യൂ ക്രെഡിറ്റ് കാർഡ് യൂസേഴ്സ് ഉള്ള ബാങ്ക്, അതായത് ആവറേജ് സ്പെൻഡ് പെർ കാർഡ് ഏറ്റവും ഉയർന്ന യൂസേഴ്സ് ഉള്ള ബാങ്ക് ഇതൊന്നുമല്ല, അത് ഇൻഡസിൻഡ് ബാങ്ക് ആണ്. അടുത്തത് അമേരിക്കൻ എക്സ്പ്രസുമാണ്. ഇതിലേത് പ്ലെയറാണ് ഈ അടുത്തായി മാർക്കറ്റ് ഷെയർ നേടുകയും ഏത് പ്ലെയറാണ് മാർക്കറ്റ് ഷെയർ നഷ്ടമാകുകയും ചെയ്തത് എന്ന് ഇനി നോക്കാം. മാർച്ച് 2022 മുതൽ ഡിസംബർ 2022 വരെയുള്ള 9 മാസങ്ങളിൽ SBI കാർഡ് അതിന്റെ മാർക്കറ്റ് ഷെയർ 0.86% വർദ്ധിപ്പിച്ചപ്പോൾ ഇതേ കാലയളവിൽ HDFC ബാങ്കിന് 1.49% മാർക്കറ്റ് ഷെയർ നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ലിസ്റ്റഡ് സ്പേസിലെ ഒരേ ഒരു പ്യുവർ പ്ലേ ക്രെഡിറ്റ് കാർഡ് പ്ലെയർ ആയിട്ടുള്ള SBI കാർഡ്സിനെ കുറിച്ചാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ ആദ്യമായിട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട പ്യുവർ പ്ലേ ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂവർ ആണ് SBI കാർഡ്സ് ആൻഡ് പേയ്മെന്റ് സർവീസസ് ലിമിറ്റഡ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊമേഴ്ഷ്യൽ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സബ്സിഡിയറിയാണ് ഇത്. ക്രെഡിറ്റ് കാർഡ് ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ കമ്പനിയുമാണ് ഇത്. കാർഡ്സ് ഇൻ ഫോഴ്സ് എടുത്തു നോക്കുമ്പോൾ 19.3% മാർക്കറ്റ് ഷെയറും ക്രെഡിറ്റ് കാർഡ് സ്പെൻഡ്സ് എടുത്തു നോക്കുമ്പോൾ 18% മാർക്കറ്റ് ഷെയറും ട്രാൻസാക്ഷന്റെ കാര്യത്തിൽ 18.2% മാർക്കറ്റ് ഷെയറുമാണ് ഈ കമ്പനിക്ക് നവംബർ 2022 കണക്ക് പ്രകാരം ഉള്ളത്. ബാങ്കുകൾ, റീറ്റെയിൽ ബ്രാൻഡുകൾ ആൻഡ് ട്രാവൽ ബ്രാൻഡുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വൈഡ് റേഞ്ച് ഓഫ് കാർഡ്സ് ആൻഡ് കോ ബ്രാൻഡഡ് കാർഡ്സ് ഈ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്കിനി ഈ കമ്പനിയുടെ പാസ്റ്റ് പെർഫോമൻസ് ഒന്ന് നോക്കാം. ഫിനാൻഷ്യൽ ഇയർ 2022-23 ഡിസംബർ 2022 വരെ എടുത്ത് നോക്കുമ്പോൾ SBI കാർഡിനാണ് നെറ്റ് കാർഡ് അഡീഷൻസിന്റെ കാര്യത്തിൽ ഫസ്റ്റ് പൊസിഷൻ. 2021 ഡിസംബർ മുതൽ നോക്കുമ്പോൾ കമ്പനി 48.3 ലക്ഷം പുതിയ അക്കൗണ്ടുകളും ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് 12 മാസം കൊണ്ട് 62% അഡീഷൻ. അവസാന ക്വാർട്ടറിലും കമ്പനി 26% പുതിയ അക്കൗണ്ടുകൾ അതിന് മുൻപത്തെ ക്വാർട്ടറിനെ അപേക്ഷിച്ചിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇയർ ഓൺ ഇയർ ആയിട്ട് ടോട്ടൽ കാർഡ്സ് ഇൻ ഫോഴ്സ് 21% വർദ്ധിച്ചു. റിസീവബിൾസ് 33% വർദ്ധിച്ചു. റിസീവബിൾസ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് കസ്റ്റമേഴ്സ് നടത്തുന്ന പർച്ചേസ് വഴി കസ്റ്റമേഴ്സിന് കമ്പനി കടമായിട്ട് നൽകുന്ന പണത്തിന്റെ എമൗണ്ട് ആണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് ഇനിയും അടച്ചു തീർത്തിട്ടില്ലാത്ത ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് ആണ് ഇത്. ഈ ബാലൻസ് അടച്ചു തീർക്കുന്നത് വരെ അതിന് മുകളിൽ പലിശ ഈടാക്കിക്കൊണ്ടാണ് ക്രെഡിറ്റ് കാർഡ് കമ്പനികൾ റവന്യൂ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു കസ്റ്റമറിന് 10,000 രൂപ ക്രെഡിറ്റ് ബാലൻസ് ആയിട്ടുണ്ട് എന്നിരിക്കട്ടെ. അപ്പോൾ ആ 10,000 രൂപ ക്രെഡിറ്റ് കാർഡ് റിസീവബിൾ ആയിട്ടാണ് കാർഡ് കമ്പനി കണക്കാക്കുക, അത് അടച്ചു തീർക്കുന്നത് വരെ. ഇനി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, കഴിഞ്ഞ കുറച്ച് ക്വാർട്ടറുകളിലായിട്ട് കോർപ്പറേറ്റ് ആൻഡ് റീറ്റെയിൽ കാർഡ് സ്പെൻഡിന്റെ അഗ്രിഗേറ്റ് എടുത്ത് നോക്കുമ്പോൾ ആവറേജ് സ്പെൻസ് പെർ കാർഡ് അറൌണ്ട് 1,70,000 എന്ന ലെവലിൽ തന്നെ തുടരുകയാണ് ഈ കമ്പനിയുടേതെന്ന്. ഈ കമ്പനിയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ലാർജസ്റ്റ് ആൻഡ് ഓൾഡസ്റ്റ് പബ്ലിക് സെക്ടർ ബാങ്ക് ആയിട്ടുള്ള SBIയുടെ ഒരു സബ്സിഡിയറി ആണ് ഇത് എന്നുള്ളതാണ്. SBI ബാങ്കിന് ഈ കമ്പനിയിൽ 69.05% സ്റ്റേക്ക് ഉണ്ട് ഡിസംബർ 30, 2022 കണക്ക് പ്രകാരം. SBIയുമായിട്ടുള്ള ഈ അസോസിയേഷൻ കാരണം ഈ പാരന്റ് ബ്രാൻഡ് നെയിം ഉപയോഗിച്ചും SBI ബാങ്കിന്റെ വളരെ വിശാലമായ കസ്റ്റമർ ബേസ് ഉപയോഗിച്ചും ബ്രാഞ്ച് നെറ്റ്വർക്ക് ഉപയോഗിച്ചും ബിസിനസ് വോളിയം വളർത്താൻ ഈ കമ്പനിക്ക് സാധിക്കുന്നു. ഇനി കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസിലേക്ക് വരാം. കമ്പനിയുടെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ 27% വർദ്ധിക്കുകയും അതേസമയം കമ്പനിയുടെ പ്രോഫിറ്റ് ഇയർ ഓൺ ഇയർ ആയിട്ട് ഡിസംബർ 2022 വരെ 61% വർദ്ധിക്കുകയും ചെയ്തു. ഇത് കാണിക്കുന്നത് കമ്പനിക്ക് ചെലവുകൾ കുറക്കാൻ കഴിഞ്ഞു എന്നാണ്. ക്രെഡിറ്റ് കാർഡുകളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാന റോൾ വഹിക്കുന്ന ചില റേഷ്യോകളുണ്ട്. ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ അഥവാ CAR, നോൺ പെർഫോമിംഗ് അസറ്റ്സ് NPA ആൻഡ് പെർസെൻറ്റേജ് കവറേജ് റേഷ്യോ PCR. ഇതൊക്കെ എന്താണെന്ന് നമുക്കൊന്ന് ചെറുതായിട്ട് വിശദീകരിക്കാം. ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ എന്ന് പറയുന്നത് ഒരു ബാങ്കിൻ്റെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സർവീസസ് കമ്പനിയുടെ ക്രെഡിറ്റ് എക്സ്പോഷറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ക്യാപിറ്റൽ എത്രമാത്രമാണ് എന്ന് മെഷർ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു റേഷ്യോ ആണ്. ഇൻസോൾവെന്റിന്റെ ഒരു റിസ്ക് വരുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടത്തെ കൈകാര്യം ചെയ്യാനായിട്ട് ബാങ്കിന്റെ കയ്യിൽ ആവശ്യത്തിനുള്ള ക്യാപിറ്റൽ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ ഈ റേഷ്യോ നമ്മളെ സഹായിക്കും. 8 മുതൽ 12% വരെയുള്ള ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ ഒരു ആവറേജ് റേഷ്യോ ആയിട്ടാണ് കണക്കാക്കുന്നത്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ക്രെഡിറ്റ് കാർഡ് കമ്പനികൾ ക്രെഡിറ്റ് റിസ്കുകൾക്ക് ഹൈലി എക്സ്പോസ്ഡ് ആണ്. ഇത് ക്രെഡിറ്റ് കാർഡ് ബിസിനസ്സിൽ സ്വാഭാവികമായിട്ടും ഉള്ള ഒരു ഫീച്ചറാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനികളുടെ ലോൺ ബുക്ക് സുരക്ഷിതമല്ലാത്ത ഇൻസെക്യൂർ ആയിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ പോർട്ട്ഫോളിയോ
റിസ്കിയാണ് എന്നുള്ളതാണ് ആ കാര്യം. ഇനി നോൺ പെർഫോമിംഗ് അസറ്റ്സ് എന്താണെന്ന് നോക്കാം. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു നിശ്ചിത കാലയളവിലായിട്ട് പലിശയോ പ്രിൻസിപ്പൽ പേയ്മെന്റോ അടച്ചിട്ടില്ലാത്ത അസറ്റുകളെയാണ് നോൺ പെർഫോമിംഗ് അസറ്റുകൾ എന്ന് വിളിക്കുന്നത്. 90 ദിവസത്തിനുള്ളിൽ ക്രെഡിറ്റ് കാർഡ് ബില്ലിന്റെ പേയ്മെന്റ് കിട്ടിയില്ലെങ്കിൽ അതിനെ നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് ക്ലാസിഫൈ ചെയ്യും. നോൺ പെർഫോമിംഗ് അസറ്റ്സ് എത്ര കുറയുന്നോ അത്രയും കൂടുതലാണ് കമ്പനിയുടെ അസറ്റ് ക്വാളിറ്റി. ഗ്രോസ് നോൺ പെർഫോമിംഗ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ കടം വാങ്ങിയ ആളുകൾ കാലാവധിക്കുള്ളിൽ തിരിച്ചടയ്ക്കാത്ത എല്ലാ ലോണുകളുടെയും തുകയാണ്. ഇത്തരത്തിൽ ഒരു കൂട്ടം ആളുകൾ തിരിച്ചടയ്ക്കാത്ത സാഹചര്യം ഉണ്ടാകാം എന്ന് മുന്നിൽ കണ്ടുകൊണ്ട് ബാങ്ക് ഈ അൺപെയ്ഡ് ഡെപ്സിന് വേണ്ടി ഒരു പ്രൊവിഷൻ മാറ്റിവെക്കും. ആ മാറ്റിവെച്ച എമൗണ്ട് ഗ്രോസ് നോൺ പെർഫോമിംഗ് അസറ്റ്സിൽ നിന്നും കുറച്ചാൽ കിട്ടുന്നതാണ് നെറ്റ് നോൺ പെർഫോമിംഗ് അസറ്റ്സ്. ഈ റേഷ്യോസ് എത്ര കുറവാണോ അത്രയും കമ്പനിക്ക് അത് നല്ലതാണ്. ഇനി പ്രൊവിഷൻ കവറേജ് റേഷ്യോ അഥവാ PCR നോൺ പെർഫോമിംഗ് അസറ്റ്സിന് എതിരായിട്ട് എത്ര ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു എന്നതിൻ്റെ പെർസെൻറ്റേജ് ആണ് PCR. ഉയർന്ന PCR സൂചിപ്പിക്കുന്നത് അസറ്റ് ക്വാളിറ്റി പ്രഷർ ഉണ്ടാകുമ്പോൾ അതിനെതിരെ പിടിച്ചു നിൽക്കാൻ പാകത്തിലുള്ള ക്യാപിറ്റൽ ബാങ്കിനുണ്ട് എന്നാണ്. 70% PCR ഒരു നല്ല കണക്കായിട്ടാണ് കണക്കാക്കുന്നത്. ഇനി സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം SBI കാർഡിന്റെ ഗ്രോസ് NPA ഈസ് 2.22% ആൻഡ് നെറ്റ് NPA ഈസ് 0.8%. ഇത് രണ്ടും കൊള്ളാവുന്ന ലെവലിലാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാം. അതേസമയം PCR 64.2% ആണ്. ഇത് 70%-നേക്കാൾ കുറച്ച് താഴെയാണ് എന്ന് നമുക്ക് മനസ്സിലായല്ലോ അല്ലേ. SBI കാർഡ്സിന്റെ CAR 23.3% ആണ് ആസ് ഓൺ ഡിസംബർ 2022. ഇത് എബോവ് ആവറേജ് ആണ്. ഇനി SBI കാർഡിന്റെ സ്റ്റോക്ക് പെർഫോമൻസ് നമുക്ക് നോക്കുകയാണെങ്കിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട 2020 മാർച്ച് മുതൽ നോക്കുമ്പോൾ കമ്പനി ഷെയർ ഹോൾഡേഴ്സിന് 13.52% റിട്ടേൺസ് ആണ് ഇതുവരെ ആയിട്ട് നൽകിയിട്ടുള്ളത്. പിന്നെ ഒരു വർഷം കൊണ്ട് സ്റ്റോക്ക് ഉയർന്നത് 4.26% ആണ്. അപ്പോൾ ഇന്ത്യൻ ക്രെഡിറ്റ് കാർഡ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് അടുത്ത ലെവലിലേക്കുള്ള കറക്റ്റ് ജംഗ്ഷനിലാണ്. ഇതിനകത്ത് വരുന്ന പ്ലെയേഴ്സിന് അവരുടെ പ്രൊഡക്റ്റുകളും സർവീസുകളും ഓഫറുകളും കൂടുതൽ ഇന്നോവേറ്റീവ് ആക്കാൻ ചലഞ്ച് ചെയ്തുകൊണ്ട് RBIയുടെ പ്രൊമോഷനും കൂടെ ആകുമ്പോൾ ഈ സ്പേസിൽ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഉണ്ടാകാൻ സാധിക്കുകയും ചെയ്യും. പിന്നെ ഇതിന്റെ കൂടെ തന്നെ ക്രെഡിറ്റ് കാർഡ് ഇൻഡസ്ട്രിയിൽ ഉണ്ടായി വരുന്ന മാറ്റങ്ങളും പുതിയ മോഡലുകളും എല്ലാം വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സമയമാണ് ക്രെഡിറ്റ് ഇൻഡസ്ട്രിയുടെ മുന്നിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഇൻഡസ്ട്രിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഒപ്പം ഈ സ്റ്റോക്കിനെ കുറിച്ചും നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. പ്രത്യേകം പറയാനുള്ളത്, ഈ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. നമ്മൾ യാതൊരു വിധത്തിലുള്ള ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ നൽകുന്നില്ല. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.